അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഖാദിറിൽ ഖാഹിർ അൽ അസീസുൽ ഗഫാർ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വതവക്കലു അലൈഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സദാ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുവാനും അവൻ്റെ പുണ്യവും പ്രതിഫലവും നേടുന്ന സൗഭാഗ്യവന്മാരിൽ ഉൾപ്പെടുവാനും നമുക്കേവർക്കും അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. കേരളത്തിലെ മുജാഹിദ് സുഹൃത്തുക്കൾ സമീപകാലത്തായി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണങ്ങളിൽ ഒന്ന് അതിൻ്റെ യുവജന വിഭാഗം സോളിഡാരിറ്റി നടത്തുന്ന പരിപാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ പ്രശ്നങ്ങളിലെ സോളിഡാരിറ്റിയുടെ ഇടപെടലുകൾ ഇസ്ലാമികമല്ലെന്നും തൗഹീദ് പ്രബോധനത്തിന് ചെലവഴിക്കേണ്ട സമയം കേരളത്തിലെ മുസ്ലിം യുവാക്കളെ കൊണ്ട് പാഴാക്കിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി ചെയ്യുന്നത് എന്നുമുള്ള കാര്യമാണ്. ഈ ആരോപണം കേൾക്കുമ്പോൾ തോന്നുക, കേരളത്തിലെ ഇസ്ലാമിക യുവജന വിഭാഗം നടത്തുന്ന പോരാട്ടങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളിലെ ശക്തമായ ഇടപെടലുകളും ഇസ്ലാമുമായി ബന്ധമില്ലാത്ത കാര്യമാണ് എന്നതാണ്. എന്നാൽ പ്രവാചകന്മാരുടെ പ്രബോധനവും പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഇസ്ലാമിക കാഴ്ചപ്പാടും മനസ്സിലാക്കുന്നതിൽ സംഭവിച്ച ഗുരുതരമായ അബദ്ധമോ അല്ലെങ്കിൽ ബോധപൂർവം മനസ്സായ ശേഷവും അത് മറച്ചുവെക്കുന്നതോ ആണ് ഇത്തരമൊരാരോപണത്തിന് അടിസ്ഥാനമെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ഈ പ്രഭാഷണ പരമ്പരയിൽ പലപ്പോഴും സൂചിപ്പിച്ച പോലെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അത് ഇസ്ലാമിക ജീവിതത്തിൻ്റെ ആദർശപരമായ അടിത്തറയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അതിനെ ഉത്തമമായ ഒരു വൃക്ഷത്തോട് ഉപമിച്ചത്. വിത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന വൃക്ഷത്തിൻ്റെ എല്ലാ വശങ്ങളിലും അംശങ്ങളിലും വിത്തിൻ്റെ പ്രത്യേകത ഉണ്ടാവുന്ന പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് രൂപം കൊള്ളുന്ന ഇസ്ലാമിക ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും ആ തൗഹീദിൻ്റെ സവിശേഷത പ്രത്യേകത കാണപ്പെടേണ്ടതുണ്ട്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇസ്ലാമിക ജീവിതത്തിൻ്റെ ആദർശപരമായ അടിത്തറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ വചനം. സാമൂഹ്യ വ്യവസ്ഥയുടെ, സാമ്പത്തിക ക്രമത്തിൻ്റെ, ധാർമ്മിക സംവിധാനത്തിൻ്റെ, ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ ഭരണവ്യവസ്ഥയുടെ ആദർശപരമായ അടിത്തറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. അതിന് ഭിന്നമായ ഇസ്ലാമിൻ്റെ ഒരു ജീവിത വശവും ഇല്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായ വശങ്ങൾ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലുണ്ടായിരുന്നോ അവിടെയായിരുന്നു പൂർവികരായ പ്രവാചകന്മാരെല്ലാം ഇടപെട്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹദ്റത്ത് നൂഹ് അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം പ്രബോധനം ചെയ്തുകൊണ്ട് തൻ്റെ ജനതയിൽ പ്രവർത്തിച്ചപ്പോൾ വിഗ്രഹാരാധകരായ ബഹുദൈവ വിശ്വാസികളായ ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനുള്ള, അവരിൽ ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയും വളർത്തിയെടുക്കുവാനുള്ള ശക്തമായ ശ്രമം നടത്തുകയുണ്ടായി. അതേസമയം തന്നെ ആ സമൂഹത്തിൽ സാമൂഹ്യമായ ഉച്ചനീചത്വം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിനാലാണ് നൂഹ് അലൈഹി ഇസ്ലാമയുടെ എതിരാളികളായ ആളുകൾ ചോദിച്ചത്, ആ നൂഹ്മിലക്ക ഒത്തബക്കൽ അർദലൂൻ, എങ്ങനെയാ നൂഹയെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുക, നിന്റെ കൂടെയുള്ള ആളുകൾ അധസ്ഥിതരായ ആളുകളാണല്ലോ എന്ന്. മുന്നോക്കക്കാരും പിന്നോക്കക്കാരും, മേലാളരും കീഴാളരും, അധസ്ഥിതരും ഔന്നത്യം ഉത്കൃഷ്ടരുമായ വ്യത്യസ്തമായ സാമൂഹ്യ അസമത്വമുള്ള ഒരു ഘടനയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ ഘടനയിൽ നൂഹ് അലൈഹി ഇസ്ലാമയുടെ കൂടെ ഉണ്ടായിരുന്നത്
ആ സമൂഹത്തിലെ പിന്നോക്കക്കാരായ അധസ്ഥിതരായ ആളുകളായിരുന്നു. മേലാളെ വിഭാഗം തങ്ങൾ വിശ്വസിക്കുവാതിരിക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാണിച്ചത് അതായിരുന്നു. ഇത്തബാക്കല്ലദീനഹും അറാദിലുനാ ബാദിയ റൈ എന്ന് എതിരാളികൾ പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു. താങ്കളെ പിന്തുടർന്നത് അഭിപ്രായ സുബദ്ധതയില്ലാത്ത അധസ്ഥിതരായ ഞങ്ങളുടെ കൂട്ടത്തിൽ അധസ്ഥിതരായ ആളുകളാണ് എന്നാണ്. അവരെ മാറ്റി നിർത്തണമെന്നായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ പ്രവാചകനായ നൂഹ് അലൈഹി ഇസ്ലാം പറഞ്ഞു, ഫഖാലൽ മലഉല്ലദീന കഫറു എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു, മാ നറാക ഇല്ലാ ബശ്ശം മിസ്ലുനാ വമാ നറാക ഇത്തബാക ഇല്ലല്ലദീനഹും അറാദിലുനാ ബാദിയ റൈ. ഞങ്ങളെപ്പോലുള്ള മനുഷ്യനാണ് നീ, നിന്നെ പിന്തുടർന്നതോ അധസ്ഥിതരായ ആളുകൾ. ഇതിന് മറുപടിയായി പറഞ്ഞത് വയാ ഖൗമി മൻ യൻസുറുനി മിനല്ലാഹി ഇൻ തറത്തുഹും അഫലാ തദ്കുറൂൻ എന്നാണ്. അവരെ ആട്ടി ഓടിച്ചാൽ അള്ളാഹുവിൽ നിന്ന് ആരാണ് എന്നെ സഹായിക്കാനുണ്ടാവുക? നിങ്ങൾ ഇക്കാര്യം ചിന്തിച്ചാലോചിച്ച് മനസ്സിലാക്കുന്നില്ലേ, ഓർക്കുന്നില്ലേ എന്നായിരുന്നു അവരോട് ഉന്നയിച്ച ചോദ്യം. എന്നിട്ട് പറഞ്ഞു, ഒമാനബി ത്വാരിദിൽ മുഅ്മിനീൻ, നിങ്ങളെന്ന് പറഞ്ഞാലും വിശ്വാസ സമൂഹത്തെ ഞാൻ ആട്ടിയകറ്റുകയില്ല, മാറ്റി നിർത്തുകയില്ല. അഥവാ സാമൂഹ്യ അസമത്വം നിലനിന്നിരുന്ന ആ സമൂഹത്തിൽ അധസ്ഥിതരായ ആളുകൾ കൂടെ നിന്നപ്പോൾ അവരെ മാറ്റി നിർത്താനുള്ള ആവശ്യത്തെ പ്രവാചകനായ നൂഹ് അലൈഹി ഇസ്ലാം നിരാകരിക്കുകയാണ് ചെയ്തതെന്നർത്ഥം. പ്രവാചകനായ ഹൂദ് അലൈഹി ഇസ്ലാമയുടെ ആദ് സമുദായത്തിൽ ബഹുദൈവ ആരാധന ഉണ്ടായിരുന്നു. വിഗ്രഹാരാധനയ്ക്കെതിരെ ശക്തമായ ഉത്ബോധനവും പ്രബോധനവും പ്രവാചകനായ ഹൂദ് അലൈഹി ഇസ്ലാം നടത്തി. അതേസമയം ആ വിഗ്രഹാരാധകരായ ആളുകൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കവെ തന്നെ വലിയ മലമുകളിൽ വീടുകളുണ്ടാക്കി പൊങ്ങച്ചം നടിക്കുന്നതിനെതിരെ പ്രവാചകനായ നൂഹ് അലൈഹി ഇസ്ലാം ഉത്ബോധനം നടത്തിയായി കാണുവാൻ കഴിയും. അഥവാ ആദ് സമുദായം വിഗ്രഹാരാധന, ബഹുദൈവാരാധന എല്ലാം ഉപേക്ഷിച്ച് ഏകദൈവാരാധകരായി മാറിയ ശേഷമല്ല വലിയ മലകളിൽ വീടുകളുണ്ടാക്കി പൊങ്ങച്ചം നടിക്കുന്ന അവരുടെ തെറ്റായ സാമ്പത്തിക സാമൂഹിക ക്രമത്തെ പ്രവാചകനായ ലൂത്ത് അലൈഹി ഇസ്ലാം കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതബ്നൂന ബികുല്ലി റിഇൻ ആയതൻ തബ്സൂൻ വതത്തഖിദൂന മസാനിയ ലഅല്ലക്കും തഖ്ലുദൂൻ. പ്രവാചകനായ ഹൂദ് അലൈഹി ഇസ്ലാം ആദ് സമുദായത്തോട് ചോദിച്ചതായി വിശുദ്ധ ഖുർആൻ പറയുന്നു, എല്ലാ ഉയർന്ന സ്ഥലങ്ങളിലും നിങ്ങൾ ദൃഷ്ടാന്തങ്ങളായി, നിങ്ങളുടെ അനാവശ്യമായി നിങ്ങളുടെ അഹങ്കാരം പൊങ്ങച്ചം പ്രകടിപ്പിക്കാൻ വേണ്ടി വലിയ വീടുകൾ ഉണ്ടാക്കിയാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അത് അവസാനിപ്പിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. അവർ അവസാനിപ്പിച്ചില്ല. അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയമായി അവർ ശിക്ഷിക്കപ്പെട്ടു. ഇതുതന്നെയാണ് സമൂഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രവാചകനായ സ്വാലിഹ് അലൈഹി ഇസ്ലാം ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന ബഹുദൈവ ആരാധനയെ, വിഗ്രഹാരാധനയെ ശക്തമായി എതിർത്തതോടൊപ്പം തന്നെ ആ സമൂഹത്തിൽ വലിയ പർവ്വതങ്ങളിലെ പാറകൾ തുറന്ന് വീടുകളുണ്ടാക്കി പൊങ്ങച്ചം നടിക്കുന്ന സംസ്കാരത്തിനെതിരെ, ജീവിത രീതിക്കെതിരെ അതിശക്തമായ പ്രബോധനം നടത്തി. വിഗ്രഹാരാധന അവസാനിച്ച ശേഷം, അഥവാ ഏകദൈവാരാധകരായി മാറിയ ശേഷമാവട്ടെ ഈ കാര്യമെന്ന് വെച്ച് മൗനം പാലിക്കുകയല്ല ചെയ്ത്. തൗഹീദിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി സാമ്പത്തിക സാമൂഹിക കാര്യങ്ങളിൽ ഉണ്ടായപ്പോൾ, ആരാധനാ കാര്യങ്ങളുണ്ടായ തൗഹീദിന് വിരുദ്ധമായ വശത്തെ എതിർത്ത പോലെ തന്നെ ഇതിനെയും എതിർത്തു. വതൻഹിതൂന മിനൽ ജിബാലി ബുയൂത്തൻ ഫരിഹീൻ. അഹങ്കാരത്തോടുകൂടി നിങ്ങൾ പർവ്വതങ്ങളിൽ തുരന്നുകൾ വീടുണ്ടാക്കുകയാണോ ചെയ്യുന്നത്, പൊങ്ങച്ചത് പ്രകടനത്തിന് വേണ്ടി എന്ന് അവർ ചോദിച്ചു. അത് അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അവർ അവസാനിപ്പിച്ചില്ല. അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയമായി അവരും ശിക്ഷിക്കപ്പെട്ടു. പ്രവാചകനായ ശുഐബ് അലൈഹി ഇസ്ലാമയുടെ ജനത ബഹുദൈവാരാധകരായിരുന്നു, വിഗ്രഹാരാധകരായിരുന്നു. അതുകൊണ്ട് അവസാനിപ്പിക്കാൻ പ്രവാചകനായ ശുഐബ് അലൈഹി ഇസ്ലാം മദിയൻ സമൂഹത്തോട് ആവശ്യപ്പെട്ടു. അവർ ഏകദൈവാരാധകരായി മാറാൻ സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുവാൻ വേണ്ടി കാത്തിരുന്നില്ല. അഥവാ അവർ വിഗ്രഹാരാധകരായിരിക്കെ തന്നെ, അവരിൽ ശക്തമായി ബഹുദൈവാരാധന ഉണ്ടായിരിക്കെ തന്നെ, ആ ബഹുദൈവാരാധനയ്ക്കെതിരെയുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ തന്നെ അവരുടെ സാമ്പത്തിക തിന്മകൾക്കെതിരെ പ്രവാചകനായ ശുഐബ് അലൈഹി ഇസ്ലാം പറഞ്ഞു, വൗഫുൽ കൈല വലാ തകൂനു മിനൽ മുഖ്സിരീൻ ഉസ്നു ബിൽ ഖിസ്താസിൽ മുസ്തഖീം വലാ തബ്ഖസു നാസ അശ്യാഹും വലാ തൻസു ഫിൽ മുഫ്സിദീൻ. അളന്നു കൊടുത്താൽ പൂർത്തീകരിക്കണം, തൂക്കിക്കൊടുത്താൽ കുറവ് വരുത്തരുത്, ആളുകളെ വഞ്ചിക്കരുത്, സാമ്പത്തികമായ കൃത്രിമം ചെയ്യരുത്. അഥവാ സാമ്പത്തിക മേഖലയിൽ തൗഹീദിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായ കുറ്റകൃത്യങ്ങൾ ഉണ്ടായപ്പോൾ, ആരാധനാരംഗത്ത് തൗഹീദിന് വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടായപ്പോൾ എതിർത്ത പോലെ തന്നെ അതിനെയും പ്രവാചകനായ ശുഐബ് അലൈഹി